5-6 വർഷമായിട്ട് തൈറോയിഡിന്റെ ബുദ്ധിമുട്ടായിട്ട് പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് ചിലർ പറയും സർജറി ചെയ്യണം, ചിലർ മെഡിസിൻ നിർത്താന്നൊക്കെ പറയും. പക്ഷെ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷെ നമ്മളിവിടെ ദയ കുന്നോളം റോയലിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരു അംജിത് ഖാൻ എന്ന് പറഞ്ഞ ഡോക്ടർ. ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തൈറോയിഡിന്റെ പ്രോബ്ലം മാത്രമല്ല, അതിന്റെ അപ്പുറം 2-3 മുഴകളൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് പേടി തോന്നിയത്. പിന്നെ അത് ബയോപ്സി ചെയ്തു, പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആൾക്കത് വെച്ച് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ശബ്ദം ഇല്ലാതാവുക, അതുപോലെ തന്നെ തലകറക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ അതങ്ങനെ വെച്ചിരിക്കും നല്ലതല്ല എന്ന് തോന്നിയപ്പോഴാണ് പിന്നെ നമ്മളിവിടെ വീണ്ടും വന്ന് ഡോക്ടറെ കണ്ടത്. ഹുസ്ന മാഡത്തിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ വീണ്ടും ഒരു ബയോപ്സി ചെയ്തു. അപ്പോൾ അത് എടുത്ത് കളയുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിവിടെ ഇല്ല, ഞാൻ വിദേശത്തായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കോളിൽ സംസാരിച്ചപ്പോൾ അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്താൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്കത് എന്നാ ചെയ്യാന്ന് വെച്ചു. ഹുസ്ന മാഡത്തിനെ കുറിച്ച് പറയുകയെങ്കിൽ ഓപ്പറേഷൻ അതുപോലെ ഇഞ്ചക്ഷൻ അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിയുള്ള ഒരു ആളായിരുന്നു. മാഡം സംസാരിച്ചിട്ട് എന്നാ ചെയ്യാം, ഒരു പേടിയില്ല എന്ന രൂപത്തിലേക്ക് ഒരാളെ മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു രോഗിക്ക് വേണ്ടത് മെഡിസിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു ഡോക്ടറുടെ സപ്പോർട്ടാണ്, മെന്റലി സപ്പോർട്ട്. അത് നല്ല രീതിയിൽ ഡോക്ടർ കൊടുത്തു. അതുപോലെ തന്നെ ഇത് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആൾക്ക് വേറെ 1-2 പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഓപ്പറേഷൻ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ICUയിൽ കിടത്തി. അപ്പോൾ ആ സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ പിറ്റേ ദിവസമൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ എങ്ങനെ പരിപാലിക്കുന്നത് അതേപോലെ ചെയ്യുന്ന ടീം വർക്കാണ് ഈ ICUയിൽ ഉള്ളതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ അനുഭവം? വളരെ പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പേടിയില്ലാത്ത ഒരു രൂപത്തിലേക്ക് ആളെ മാറ്റിയെടുത്ത് കൊച്ചു കുട്ടികളെയൊക്കെ പരിപാടി. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, മാനേജ്മെന്റിനും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കലും, പിന്നെ ഫാർമസിയിൽ ഏതൊരു ലെവലിൽ പോയാലും ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ അതൊക്കെ വളരെ ഒരു നല്ല രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെഡിസിൻ വാങ്ങിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബില്ലിങ് ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നിനും നമുക്ക് ഒരുപാട് സമയം നിൽക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിലും നമ്മൾ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടേതായ ഒരു കാര്യമാകുമ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അവരായിട്ട് സംസാരിച്ച് നല്ല സപ്പോർട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടി. അപ്പോൾ ഇപ്പൊ വന്ന് സ്റ്റിച്ച് എടുത്തു, ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ഹാപ്പി. ആദ്യം ദൈവത്തോടും പിന്നെ ദയ ഹോസ്പിറ്റൽ റോയൽ ടീംസിനോടും നന്ദി.